പെട്ടെന്നൊരു ദിവസം രാവിലെ എണീറ്റപ്പോൾ അമ്മയുടെ ഫോണിൽ യാതൊരു അനക്കവുമില്ല, സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുക. എന്ത് ചെയ്തിട്ടും അതങ്ങോട്ട് ഓൺ ആവുന്നില്ല. അങ്ങനെ ഞങ്ങൾ പല കടകളിലൊക്കെ കൊണ്ട് കൊടുത്തിട്ടൊന്നും കുറേ ദിവസമൊക്കെ അവിടെ വെച്ചിരുന്ന് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടും യാതൊരു അനക്കവും ഉണ്ടായില്ല. അത് ശരിയാവത്തില്ലായിരുന്നു. എന്തോ അതിൻ്റെ ബോർഡ് കംപ്ലയിൻറ്റോ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതെന്ത് ചെയ്താൽ ഓൺ ആവുന്നില്ലായിരുന്നു. അമ്മ ഒരു ആശാ വർക്കർ ആയതുകൊണ്ടും ഫോണിന് ഉപയോഗം കൂടുതലായതുകൊണ്ടും ഫോണില്ലാതെ പറ്റത്തുമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ മൈജിയിലേക്ക് വിട്ടു. ഇവിടെ അമ്പാടിയുടെ അപ്പയും കുട്ടി കണ്ടപ്പോൾ പോലെ ചേട്ടൻ്റെ ചേച്ചിയും കുട്ടി കണ്ടപ്പോൾ അപ്പം അവിടുന്ന് അപ്പയെന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ മൈജിയിൽ ചെന്ന് ഒരുപാട് ഫോണുകളൊക്കെ നോക്കി. അവിടെ ഒത്തിരി ഓഫറുകളൊക്കെ ഉണ്ടല്ലോ. അവസാനം ഞങ്ങൾ റെഡ്മി നോട്ട് 40 5Gയുടെ ഒരു ഫോൺ അങ്ങ് എടുത്തു. അങ്ങനെ അതെടുത്ത് എല്ലാം പൊട്ടിച്ച് നോക്കി. ചേട്ടന് ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് ഓഫർ പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നത്. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് കൂപ്പണിൽ നിന്ന് എന്താ പറയുക, ഒരു അപ്പച്ചട്ടി, പിന്നെ ചെറിയൊരു ഫ്ലാസ്ക് ചൂട് നിൽക്കുന്ന ഫ്ലാസ്കൊന്നുമല്ല, സാധാ ഒരു ഫ്ലാസ്ക്, അത്രയേ ഉള്ളൂ. അതും കിട്ടി. എല്ലാം കിട്ടി ബോധിച്ചു. ഞങ്ങൾ 2-3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങളങ്ങനെ തിരിച്ചിങ്ങി വീട്ടിൽ പോന്നു. ഇത് ഫോൺ ഓപ്പൺ ആക്കുന്ന കേട്ടോ, ഫോണിൽ സിമ്മും കൂടി ഇട്ട് അങ്ങ് മേടിക്കാമെന്ന് ഓർത്ത്. ഇല്ല പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കുത്തി കയറ്റി അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് എങ്ങാനും പോയി കഴിഞ്ഞാലേ വെറുതെ പണി കിട്ടണ്ടല്ലോ. അത് മാത്രമല്ല ഫോണിൻ്റെ എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആകുമ്പോൾ അവർ ചെയ്തോളും. അത് ഞങ്ങൾ അവിടെ ഇട്ട് തന്നെ സിമ്മും ഒക്കെ ഇടിച്ചിട്ടാണ് പോകുന്നത്. ഇതാണ് റാന്നിയിലെ പുതിയ മൈജി ഫ്യൂച്ചർ. സൂപ്പറല്ലേ? നല്ല കടയാട്ടോ, നല്ല ഇഷ്ടത്തിന് ആളാട്ടോ. നമ്മൾ ചെല്ലുമ്പോഴെല്ലാം ആൾക്കാരാണ്. ഇത് ഞാനും അമ്പാടി ഞങ്ങളവിടെ ഫ്രിഡ്ജിൽ വെറുതെ ഫോട്ടോ എടുത്തൊരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട്.